സാധാരണ നമ്മൾ വാട്സപ്പ്, ടെലഗ്രാം, സിഗ്നൽ തുടങ്ങിയ മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്റർനെറ്റ് ആവശ്യമാണ്. മൊബൈൽ ഡേറ്റയോ വൈഫൈയോ ഇല്ലെങ്കിൽ ഇത്തരം ആപ്പുകളുടെ സന്ദേശങ്ങൾ അയക്കാൻ കഴിയില്ല. എന്നാൽ ബിറ്റ്ചാറ്റിന്റെ പ്രവർത്തന രീതി വ്യത്യസ്തമാണ്. ഒരു കേന്ദ്ര സെർവറിനെ മാത്രം ആശ്രയിച്ചല്ല ആശയവിനിമയം നടത്തുന്നത്. പകരം സമീപത്തുള്ള ഫോണുകൾ തമ്മിൽ നേരിട്ട് ബന്ധിപ്പിച്ചാണ് സന്ദേശങ്ങൾ കൈമാറുന്നത്. ഇതിനായി ബ്ലൂടൂത്ത് ലോ എനർജി അഥവാ BLE സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും സമീപത്തുള്ള ഉപകരണങ്ങൾ തമ്മിലുള്ള ബ്ലൂടൂത്ത് ബന്ധം ഉപയോഗിച്ച് ആശയവിനിമയം നടത്താനുള്ള സംവിധാനമാണ് ഇവിടെ പ്രധാനമാകുന്നത്. ബിറ്റ്ചാറ്റിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത മെഷ് നെറ്റ്വർക്ക് എന്ന ആശയമാണ്. ഇത് വളരെ ലളിതമായി മനസ്സിലാക്കാം. നിങ്ങളൊരു സ്ഥലത്തും നിങ്ങളുടെ സുഹൃത്ത് കുറച്ച് അകലെയുമാണെന്ന് കരുതുക. നിങ്ങളുടെ ഫോണിലും സുഹൃത്തിന്റെ ഫോണിലും നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾക്കും സുഹൃത്തിനുമിടയിൽ മറ്റൊരു ബിറ്റ്ചാറ്റ് ഉപയോക്താവിന്റെ ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ ഒരു ഇടനിലക്കാരനെ പോലെ പ്രവർത്തിക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് സന്ദേശം അടുത്തുള്ള ഫോണിലേക്ക് പോവുകയും അവിടെ നിന്ന് മറ്റൊരു ഫോണിലേക്കും ഒടുവിൽ സുഹൃത്തിന്റെ ഫോണിലേക്കും എത്തുകയും ചെയ്യും. അതായത് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്കും അവിടെ നിന്ന് അടുത്ത ഫോണിലേക്കും സന്ദേശം കൈമാറുന്ന രീതിയാണ് മെഷ് നെറ്റ്വർക്ക്. ഇതിനെയാണ് പീർ ടു പീർ മെഷ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു കേന്ദ്ര സെർവറിനെ ആശ്രയിക്കുന്നതിന് പകരം ഉപകരണങ്ങൾ തമ്മിൽ തന്നെ പരസ്പരം ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. സാധാരണ വാട്സപ്പ് പോലുള്ള ആപ്പുകളിൽ നമ്മൾ ഒരു സന്ദേശം അയക്കുമ്പോൾ ഇന്റർനെറ്റ് വഴിയാണ് അത് ബന്ധപ്പെട്ട സംവിധാനങ്ങളിലേക്ക് എത്തുന്നത്. എന്നാൽ ബിറ്റ്ചാറ്റ് പോലുള്ള സംവിധാനത്തിൽ സമീപത്തുള്ള ഉപകരണങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പ്രധാനം. അതിനാൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്ത ചില സാഹചര്യങ്ങളിലും സമീപത്തുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താനുള്ള സാധ്യത ലഭിക്കുന്നു. ഇനി ഒരു സാഹചര്യം ചിന്തിക്കാം. നിങ്ങളൊരു സ്ഥലത്താണ്, നിങ്ങളുടെ ഫോണിൽ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല. അതിനാൽ വാട്സപ്പിലോ ടെലഗ്രാമിലോ സുഹൃത്തിന് മെസ്സേജ് അയക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങളുടെ സമീപത്ത് ബിറ്റ്ചാറ്റ് ഉപയോഗിക്കുന്ന മറ്റൊരു ഫോണുണ്ട്. ആ ഫോൺ വീണ്ടും മറ്റൊരു ബിറ്റ്ചാറ്റ് ഫോണുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ദൂരത്തിലാണെങ്കിൽ സന്ദേശം ഒരു ഫോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൈമാറി മുന്നോട്ട് പോകാം. ഇങ്ങനെ നിരവധി ഫോണുകൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഒരു മെഷ് നെറ്റ്വർക്ക് രൂപപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉപകരണങ്ങൾ ഈ നെറ്റ്വർക്കിന്റെ ഭാഗമാകുമ്പോൾ ആശയവിനിമയത്തിന്റെ പരിധിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ബ്ലൂടൂത്ത് ലോ എനർജി അഥവാ BLE സാങ്കേതിക വിദ്യയ്ക്കാണ് പ്രധാന പങ്ക്. കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് സമീപത്തുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് BLE. ബിറ്റ്ചാറ്റിന്റെ ആശയത്തിൽ ഇത് ഉപയോഗിച്ച് സമീപത്തുള്ള ഉപകരണങ്ങളെ കണ്ടെത്തുകയും അവ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവഴി മൊബൈൽ ഡേറ്റയോ വൈഫൈയോ ഇല്ലാത്ത സാഹചര്യത്തിലും സമീപത്തുള്ള ബിറ്റ്ചാറ്റ് ഉപയോക്താക്കൾക്കിടയിൽ സന്ദേശങ്ങൾ കൈമാറാനുള്ള സാധ്യത ലഭിക്കുന്നു. ഇത്തരം സാങ്കേതിക വിദ്യയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യം ലഭിക്കാൻ സാധ്യതയുള്ളത് ദുരന്ത സാഹചര്യങ്ങളിലാണ്. ഭൂകമ്പം, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ് പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മൊബൈൽ ടവറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. വൈദ്യുതി ബന്ധം തകരാം. മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാതാകാം. അത്തരം സാഹചര്യങ്ങളിൽ സാധാരണ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സമീപത്തുള്ള ആളുകളുടെ ഫോണുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയുന്ന മെഷ് നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതുവഴി ആളുകൾക്ക് പരസ്പരം വിവരങ്ങൾ കൈമാറാൻ സാധിച്ചേക്കാം. അടിയന്തര സാഹചര്യങ്ങളിൽ ഇത് ഏറെ പ്രയോജനമാകാനുള്ള സാധ്യതയുണ്ട്. വലിയ ജനക്കൂട്ടമുള്ള സ്ഥലങ്ങളിലും ഈ ആശയം പ്രയോജനപ്പെടാം. വലിയ സമ്മേളനങ്ങൾ, സംഗീത പരിപാടികൾ, ഉത്സവങ്ങൾ, ട്രെക്കിംഗ് മേഖലകൾ, മൊബൈൽ നെറ്റ്വർക്ക് ദുർബലമായ പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ആളുകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ ഇത്തരം സംവിധാനങ്ങൾ സഹായകരമാകാം. പ്രത്യേകിച്ചൊരു പ്രദേശത്ത് മൊബൈൽ നെറ്റ്വർക്ക് താൽക്കാലികമായി തകരാറായാൽ സമീപത്തുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആശയവിനിമയം നിലനിർത്താനുള്ള സാധ്യത മെഷ് നെറ്റ്വർക്ക് മുന്നോട്ട് വെക്കുന്നത്. ബിറ്റ്ചാറ്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാന വിഷയം സ്വകാര്യതയും സുരക്ഷയുമാണ്. നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം സന്ദേശങ്ങൾ സുരക്ഷിതമായി കൈമാറുന്നതിനായി end-to-end എൻക്രിപ്ഷൻ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. സന്ദേശം അയച്ചയാളും സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഒരു ആപ്പിൽ എൻക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് മാത്രം അത് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കാനാകില്ല. അതിനാൽ ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആപ്പ് ഉപയോഗിക്കുമ്പോഴും അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളും സ്വകാര്യതാ നയങ്ങളും പരിശോധിക്കുന്നത് പ്രധാനമാണ്. അതേസമയം ബിറ്റ്ചാറ്റ് ഉപയോഗിക്കാൻ ചില കാര്യങ്ങൾ ആവശ്യമാണ്. ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ആപ്പ് ഉണ്ടായിരിക്കണം. ബ്ലൂടൂത്ത് പ്രവർത്തനക്ഷമമായിരിക്കണം. ഏറ്റവും പ്രധാനമായി മെഷ് നെറ്റ്വർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രീതിയിൽ സമീപത്ത് മറ്റ് ബിറ്റ്ചാറ്റ് ഉപയോക്താക്കളുടെ ഫോണുകളും ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഫോണിൽ മാത്രം ബിറ്റ്ചാറ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇന്റർനെറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള ഒരാൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കില്ല. സമീപത്ത് ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഇതിന്റെ പ്രധാന പരിമിതികളിലൊന്ന്. അതുകൊണ്ട് തന്നെ ബിറ്റ്ചാറ്റിനെ വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയ ആപ്പുകളുടെ പൂർണ്ണ പകരക്കാരനായി കാണാൻ കഴിയില്ല.
വാട്സപ്പ് പോലുള്ള ഇന്റർനെറ്റ് അധിഷ്ഠിത ആപ്പുകൾ ഉപയോഗിച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുമായും ആശയവിനിമയം നടത്താം. എന്നാൽ മെഷ് നെറ്റ്വർക്ക് അടിസ്ഥാനമാക്കിയുള്ള ആശയവിനിമയത്തിന് സമീപത്തുള്ള ഉപകരണങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. അതിനാൽ ഇതിന്റെ പ്രധാന ഉപയോഗം ഇന്റർനെറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ സമീപത്തുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുക എന്നതാണ്.